ഏറ്റവും കൂടുതൽ യുക്തിവാദികൾ പെരുകിക്കൊണ്ടിരിക്കുന്നത് ഈ സമുദായത്തിൻ്റെ. ഇതൊരു ഭയങ്കര പോയിന്റ് കേട്ടോ. ഞാൻ അതേൽ തൊടണില്ല, കാരണം തൊടാനുള്ള ഒരു ശൈലിയിലല്ല കാര്യങ്ങൾ. ഏറ്റവും കൂടുതൽ യുക്തിവാദികൾ, നിങ്ങൾ യുക്തിവാദികളുടെ സംഘടന പോയി എടുത്തു നോക്കിക്കോ. ഏറ്റവും കൂടുതൽ യുക്തിവാദികൾ മുസ്ലിം സമുദായത്തിന്റെ അംഗങ്ങളാണ്. എന്നിട്ട് അവരെന്താ പറയുന്നല്ലോ, ഞാൻ എക്സ് മുസ്ലിമാണ്. അത് അഭിമാനത്തോടെ പറഞ്ഞേ, ഞാൻ മുസ്ലിമിൽ നിന്നും പുറത്ത് ചാടിയവനാണ്, പുറത്ത് ചാടിയവളാണ്. എന്താണ് കുഴപ്പം? ഇവിടത്തെ ഒരൊറ്റ ഹിന്ദു കുട്ടി, യുക്തിവാദിയിലേക്ക് നമ്മുടെ മക്കൾ പോകാനുള്ള കാരണം ഇതാ, നമ്മുടെ ഈ രാജ്യത്തെ ഒരൊറ്റ ഹിന്ദു കുട്ടി ഒരു യുക്തിവാദി നേതാവിന്റെ നാവിൽ നിന്നും പരിഹസിക്കപ്പെടുന്നില്ല. ശ്രദ്ധിച്ചോളണം നിങ്ങൾ. ഒരൊറ്റ ക്രിസ്ത്യാനി കുട്ടി ഈ രാജ്യത്തെ ഒരു യുക്തിവാദിയുടെ നാവിൽ നിന്നും നാണം കടത്തപ്പെടുന്നില്ല. ആ സ്ഥാനത്ത് മുസ്ലിം കുട്ടികൾ യുക്തിവാദിയുടെ നാവിനാൽ നാണം കെടുകയാണ്. ഇതാ യുക്തിവാദികൾ സമുദായത്തിൽ കൂടുതൽ കയറാൻ കാരണം. പരിഹാരം നമുക്കുണ്ടാക്കാം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ യുക്തിവാദിയുടെ നേതാവും യേശു ക്രിസ്തു ജാരസന്തതിയാണെന്ന് പറയില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല, പറയില്ല. യഥാർത്ഥത്തിൽ യുക്തിവാദിക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാൻ പാടില്ലേ? ക്രിസ്ത്യാനികൾ ആദരിക്കുന്ന മറിയം, അവൾ വ്യഭിചാരിണിയാണ്. കാരണം ഭർത്താവില്ലാണ്ടാണ് ഈ യേശു എന്ന് പറയുന്നത്, ഇതിനെ പ്രസവിച്ച്. അപ്പോൾ അവൾ വ്യഭിചാരിയല്ലേ? മുസ്ലിമിന് ഇത് പറയാൻ പാടുണ്ടോ? പാടില്ല, പാടേയില്ല. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. പക്ഷെ യുക്തിവാദിക്ക് ഇങ്ങനെ പറയാൻ പാടില്ലേ? പക്ഷെ യുക്തിവാദി പറയണുണ്ടോ? ഇപ്പൊ ക്രിസ്ത്യാനി കുട്ടി നിവർന്നിരിക്കുകയാണ്. ഒരു ഹിന്ദു കുട്ടി, കൃഷ്ണൻ 11,000 പെണ്ണ് കെട്ടിയവനാണ്. ഒരു യുക്തിവാദിയും പറയുന്നത് ഹിന്ദു കുട്ടി കേൾക്കണില്ല. കാരണം എന്താ? യുക്തിവാദി പറയില്ല. രാമൻ കൊലയാളിയാണ്, രാവണനെ കൊന്നത് അവനാണ്. ഒറ്റ യുക്തിവാദിയും പറയില്ല. അപ്പൊ ഹിന്ദു കുട്ടി മാന്യനായി നിൽക്കുകയാണ്. മുസ്ലിം കുട്ടി, നിങ്ങളുടെ നബി 11ാമത്തെ വയസ്സിൽ ആയിഷാനെ കെട്ടിയില്ലടാ, പോട്ടാ, മിണ്ടൂല. സ്വന്തം ജനിച്ച നാട്ടിൽ നിന്നും നിന്റെ നബീനെ നാട്ടുകാർ ആട്ടി ഓടിച്ചില്ലേടാ, മിണ്ടൂല. മുസ്ലിം അല്ലാത്തവരെ കണ്ടാ കൊല്ലണമെന്ന് നിന്റെ ഖുർആനിൽ സൂറത്ത് തൗബയിൽ 5ാമത്തെ ആയത്തിൽ ഇല്ലേടാ. ഫഖ്തുൽ മുശ്രിക്കീന ഹൈസു വജത്തുമൂഹും. ഇവൻ വീട്ടിൽ ചെന്ന് മുസാഫ് എടുത്തു നോക്കും, ഖുർആന്റെ പരിഭാഷ സൂറത്ത് തൗബ എടുക്കും, 5ാമത്തെ ആയത്ത് അമുസ്ലിമിനെ കണ്ണോടുത്ത് വെച്ച് കൊല്ലണം. ഞാൻ എക്സ് മുസ്ലിമാ, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. ഉണ്ടോ? എന്തിയേ? നമ്മുടെ മക്കൾക്ക് പറയാൻ അറിയില്ല. 11ാമത്തെ വയസ്സിൽ ഈ നബി തങ്ങൾ വിവാഹം കഴിച്ചെങ്കിൽ അത് നബി മാത്രം അല്ലടാ, ആ കാലഘട്ടത്തിലുള്ള വിവാഹ സമ്പ്രദായം അങ്ങനെയാണ്. ഞാൻ എൻ്റെ പെണ്ണിനെ കെട്ടിയത് 15ാമത്തെ വയസ്സിലാ. ഇന്ന് കെട്ടിയാൽ ഞാനും അവളും അവക്കടെ വാപ്പായും എൻ്റെ വാപ്പായും ജയിലിൽ പോവില്ലേ? 15 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ ഭാര്യനെ ഞാൻ കല്യാണം കഴിച്ചത്. എനിക്ക് 25 വയസ്സും. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ വിവാഹം. ഈ നാട്ടിൽ എത്ര മനുഷ്യന്മാരെ ഇതുപോലെ എടുത്തു പറയാനുണ്ട്. അല്ലാണ്ട് നബി മാത്രമാണോ 11 വയസ്സിൽ ആയിഷാനെ കെട്ടി? അന്നത്തെ സമ്പ്രദായം അതാണ്. പറയാൻ നമ്മുടെ മക്കൾക്ക് അറിയില്ല. എടാ, നബീനെ നാട്ടിൽ നിന്ന് ഓടിച്ചതല്ലടാ, സ്വന്തം കുടുംബക്കാരോട് പോലും വിഗ്രഹാരാധന മാറ്റണേ, ഏക ഇലാഹിനെ ആരാധിക്കണേ എന്ന് പറഞ്ഞപ്പോൾ ഉപദ്രവം കൂടി. പിടിച്ചു നിൽക്കാനുള്ള ശൈലി അപ്പോഴില്ല. അള്ളാന്റെ ഓർഡർ വന്നു, 400 കിലോമീറ്റർ അകലെയുള്ള മദീനത്തേക്ക് പോക്കോ. വഴി അറിയാണ്ടല്ലടാ പോയത്, വഴി അറിയാതെ പോയതല്ല, മദീനത്തേക്ക് പോകണമെന്ന ഓർഡർ. ഓടിച്ചു വിട്ടതാണ്. ഈ കൈ കിട്ടി എടുത്തോണ്ട് പോവില്ലേ? കൃത്യം 10ാം കൊല്ലം. എടാ, കൃത്യം 10ാം കൊല്ലം 1.25 ലക്ഷം പടയണിയുമായി പരിശുദ്ധമായ മക്കത്തേക്ക് വന്നിറങ്ങി. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് 1.25 ലക്ഷം പടയണിയുമായിട്ട് വന്നിറങ്ങിയപ്പോൾ ഓടിച്ച നാട്ടുകാരാണെങ്കിൽ ഓടിച്ചവരെ ആക്രമിക്കണ്ടേടാ. മക്കത്തുള്ള ഒരു മനുഷ്യനെ നുള്ളിയോ? 1.25 ലക്ഷം വരുന്ന സംഘം നുള്ളിയോ? മക്കത്തെ ഒരു ഇലയുടെ ഒരു കൂമ്പ് നുള്ളിയോ? എന്താ നുള്ളാതിരുന്നത്? ദീനി പ്രവർത്തനത്തിന് വേണ്ടി അവർ പോയി മുസ്ലിങ്ങളായി തിരിച്ചു വന്നു. ഒരിക്കലും ഓടിച്ചു വിട്ടതല്ല. പറയാൻ നമ്മുടെ മക്കൾക്ക് അറിയില്ല. എടാ, സൂറത്ത് തൗബയിലുള്ള ആയത്തിന്റെ വിധി തന്നെ ദുർബലപ്പെട്ടതാണ്. ആ വിധി എപ്പോ ഉണ്ടായതാ? മദീനത്ത് ചെന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മുശ്രിക്കുകൾ ഇന്ന് ഇസ്രായേലികൾ ഫലസ്തീനിയെ കൊല്ലുന്നത് പോലെ കൊല്ലാൻ തുടങ്ങി. അപ്പൊ മുസ്ലിമിനോട് പറഞ്ഞു, നീ ചുമ്മാ നിന്നങ്ങനെ വെട്ടി കൊല്ലപ്പെടണ്ട, നീ വാളെടുത്തോ, അവനെ തട്ടിക്കോ. പക്ഷെ ആ നിയമം ദുർബലപ്പെട്ടു. തൊട്ടടുത്തുള്ള ആയത്ത് ഞാനിപ്പോ മുമ്പ് ഓതി, മുസ്ലിം അല്ലാത്ത ഒരു മനുഷ്യന് അഭയം തേടി വന്നാൽ
അഭയം കൊടുക്കണോടാ. അതേ സൂറത്തിൽ തന്നെ തൊട്ടടുത്ത വരിയില് പേജ് മറിക്കണ്ടടാ, നീ എടുത്തു നോക്ക്. അമുസ്ലിം വന്നാൽ അഭയം കൊടുത്താൽ മാത്രം പോരാ, പിന്നെയോ അവനക്ക് അള്ളാന്റെ കലാമിനെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കണമെന്ന് മാത്രം പോരാ, പിന്നെ അവനെ ഉദ്ദേശിച്ച് അവനോട് ചോദിക്കണം. അവനോട് ചോദിക്കണം, നിനക്ക് എവിടെയാടാ സുരക്ഷിതം എന്ന് ചോദിക്കണം. അപ്പൊ കാക്ക, എനിക്ക് ഇന്ന സ്ഥലത്ത് നിന്നാ സുരക്ഷിതമായി ജീവിക്കാം, ആ സ്ഥലത്തേക്ക് നീ അവനെ കൊണ്ടുപോയി സുരക്ഷിതമായിട്ട് എത്തിക്കണം. ഇതെടുത്ത് നോക്കടാ യുക്തിവാദി എന്ന് പറയാൻ. നമ്മുടെ മക്കൾക്ക് ഖുർആൻ അറിയില്ല. ഇനി ഖുർആൻ അറിയില്ല പോട്ടെ, വർത്താനം പറയാനും അറിയില്ല. എടാ യുക്തിവാദികളെ, നിന്റെ അപ്പൻ, നിന്റെ അപ്പന്റെ അപ്പൻ, നിന്റെ അളിയൻ, നിന്റെ നാത്തൂൻ, നിന്റെ ചേട്ടൻ, നിന്റെ ചേച്ചി ഒക്കെ കോടികൾ കൊണ്ടുവരുന്നത് മുസ്ലിം രാജ്യത്തു നിന്നല്ലേടാ. ഒരു കഥയില്ലാത്ത പാവങ്ങളായതുകൊണ്ടിട്ടില്ലേ ഇവിടെ 2.5 ഏക്കർ പൊളിച്ചിട്ട് മുസ്ലിം സമുദായത്തിന്റെ പള്ളി എത്തി കഴിഞ്ഞപ്പോൾ അവിടെ 25 ഏക്കർ കൊടുത്തിട്ട് അമ്പലം പണിതു കൊടുത്തു. ഇത് തന്നെ ഇപ്പൊ ഇസ്രായേലും ഫലസ്തീനും ചെയ്തതാ. ഇവിടെ കിടന്നോടാ യൂത, അവനെ കിടത്തി ഉന്തിച്ചാടിച്ച് പുറത്താക്കി. ഇപ്പൊ ഇവിടുന്ന് എല്ലാവരും അങ്ങോട്ട് ചെല്ലുമെന്നാണ് UAE-യുടെ വട്ടുവച്ച പോത്തിന്റെ ധാരണ. എല്ലാവരും അങ്ങോട്ട് ചെല്ലും. അപ്പൊ ടൂറിസ്റ്റിന്റെ കാശ് കിട്ടും. എവിടെ ഒക്കെ വലിയ താമസമില്ലാതെ നിന്റെ രാജ്യമൊക്കെ ശിർക്കൂട്ടെന്ന് അറിയൂടാ, നിന്നെ പുറത്താക്കും, കടലിലേക്ക് വെള്ളിക്കളി. ഭയങ്കര കുഴപ്പത്തിലേക്ക് പോണേ, ബുദ്ധിയില്ല. അത് തന്നെ പോട്ടെ. പക്ഷെ ഈ മക്കൾക്ക്, നമ്മുടെ മക്കൾക്ക് ചോദിക്കാറില്ല. എടാ, ഈ ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ പോയി അല്ലടാ നീ കാശുണ്ടാക്കിയത്. ഇസ്ലാമിക രാജ്യമാണടാ സൗദി അറേബ്യ. ഖുർആൻ അവിടുത്തെ ഭരണഘടന. അവിടെ ചെന്ന് നിന്റെ ചേട്ടൻ ഇറങ്ങി എയർപോർട്ടിൽ ചെന്നു. അവിടെ ചെന്നു പിന്നെ എമിഗ്രേഷനൊക്കെ നടന്ന് നോക്കുമ്പോ നിന്റെ പാസ്പോർട്ടിൽ എഴുതിയിരിക്കുന്നു കുഞ്ഞികൃഷ്ണൻ. അറിയിക്കടാ, നീ മുസ്ലിം അല്ല. എടാ, ലോകത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോടാ? മുസ്ലിം അല്ലാത്തവരെ കാണുമ്പോ കാണോടത്ത് വെച്ച് കൊല്ലണമെന്ന് പറഞ്ഞെങ്കിൽ ലോകത്ത് എവിടെയെങ്കിലും ഒരു മുസ്ലിം അല്ലാത്ത മനുഷ്യനെ മുസ്ലിം അല്ലാത്തതിന്റെ പേര് കൊല്ലുന്നു എന്ന് പറഞ്ഞു കൊന്നിട്ടുണ്ടോടാ? നേരെ മറിച്ച് നിന്റെ രാജ്യത്ത് എന്താടാ നടക്കണേ? മുസ്ലിം ആയതുകൊണ്ട് മാത്രമല്ലേടാ കൊല്ലണേ? പറ. തിരിച്ചു ചോദിക്കാൻ നമ്മുടെ മക്കൾക്ക് അറിയില്ല. നമ്മുടെ മക്കൾ ആരാവും? ഞാൻ എക്സ് മുസ്ലിമാണ്. എല്ലാത്തിനും ഉത്തരവാദി നമ്മളാ. അപ്പൊ ഞാൻ എന്താ പറഞ്ഞു വന്നത്? യുക്തിവാദി പെരുകുന്നു, കള്ള് പെരുകുന്നു, ഉമ്മാനെ തല്ലണവർ പെരുകുന്നു, വാപ്പാനെ തല്ലണവർ പെരുകുന്നു, ഉലമാക്കള് പറയുന്നത് ധിക്കരിക്കുന്നു. ഈ ഒരവസ്ഥയിലേക്ക് ഫലസ്തീനി ചെന്നെത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല കൈകാര്യം ചെയ്തു. ഈ കൈകാര്യം ചെയ്യലെന്ന് പറഞ്ഞാൽ എന്താ? കൊലപാതകങ്ങളാണ്, കൊലപാതകങ്ങളാണ്. ഹദീസ് ശ്രദ്ധിച്ചോ? ഹദീസിന്റെ അർത്ഥം നേരെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിട്ട് ആരെങ്കിലും സലാത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിൽ സലാത്ത് എല്ലാം പോകണം. അല്ല, ബക്കറ്റ് കളക്ഷൻ എന്തെങ്കിലും ഉണ്ടോ? ഒന്ന് ബക്കറ്റുമായിട്ട് ഒന്ന് വിട്ടോ. ഞാൻ ചോദിച്ചോളാം. ഈ ഹദീസ് ഒന്ന് അങ്ങോട്ട് പറഞ്ഞിട്ടേ, ഹദീസ് ഒന്ന് അങ്ങോട്ട് ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞോളാം. ഞാൻ ഇന്ന് എഴുതി തന്നാ, ഇപ്പോൾ ഫുള്ളായിട്ടും എഴുതി തന്നെ. ഇപ്പോൾ വായിക്കണ്ട, വായിക്കാറാവണുള്ളൂ. എഴുതിക്കോ. ഈ ഒരു ബക്കറ്റുമായിട്ടേ ഇവരുടെയൊക്കെ ഇടയക്കൂടെ ഒക്കെ ഒന്ന് ചെല്ല. എന്നിട്ട് പേനയും കടലാസും ആയതും കയ്യിൽ വെച്ചോളണം. ഈ ബക്കറ്റും കൊണ്ട് ഒന്നൊരു കേൾക്കണ്ടോ? പേനയും കടലാസും കയ്യിൽ വെക്കണം. എന്നിട്ട് ഇവരുടെയൊക്കെ അടുത്തോടെ ചെല്ലുമ്പോൾ അവര് എഴുതാൻ പറയണവരൊക്കെ പേര് നിങ്ങൾ എഴുതണം. ഒരു കബറിനുള്ള എത്ര? ഒരു കബർ ഇത്രേ ഉള്ളൂ, 16,000 രൂപ എന്ന് പറഞ്ഞാല് ഇവിടുന്ന് ഒന്ന് തലയങ്കുത്തി മറിഞ്ഞാടി ഹോസ്പിറ്റലിൽ നിന്ന് അടുത്ത ഹോസ്പിറ്റലിലേക്ക് പോണതിന്റെ വണ്ടിക്കൂലിയായി പറഞ്ഞേ. ഇത് മയ്യത്തേട്ടിലേക്ക് കൊണ്ടുപോയി കയറ്റിക്കൊണ്ടുപോയി വച്ച് എല്ലാം റെഡിയാക്കി മൂടി യാസീൻ ഓതി പോന്നതിന് 16,000 രൂപ. ഇതൊരു വലിയൊരു എമൗണ്ട് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ശരിക്കും ചിന്തിച്ചത് നല്ലൊരു താങ്ങാൻ പറ്റാത്ത എമൗണ്ട് വരുന്ന 16,000 രൂപ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും താങ്ങാവുന്ന ഒരു തുകയാണ്. ഓടി അങ്ങോട്ട് കൊടുക്കണ്ട. ഇനിയിപ്പോൾ ആധാരം ചെയ്യുമെന്നിരിക്കട്ടെ, ഇവിടെ അറിയുന്ന ആളാണല്ലോ, അതുകൊണ്ടിട്ട് പള്ളിക്കാർ പൈസ തരും എന്നുള്ളതൊക്കെ ആധാരം നടന്നു എന്നിരിക്കട്ടെ. ആധാരത്തിന് നമ്മുടെ കയ്യിൽ രജിസ്ട്രേഷൻ നമ്മുടെ കയ്യിൽ കൊടുക്കാൻ പൈസ ഉണ്ടായില്ല. അപ്പോൾ അതൊരു 10,000 രൂപ ഉണ്ടായി, അതുകൊണ്ട് കൊടുത്തു. ആയിക്കോട്ടെ, 6,000 രൂപ പിന്നെ അങ്ങോട്ട് കൊടുത്താൽ മതി. ഇതേ കവറിൻ്റെ ആട്ടോ ഒന്നും പറഞ്ഞാൽ അങ്ങോട്ട് കൊടുത്തേക്കാം. എല്ലാവരും ഒരു കുടുംബത്തിൽ എത്ര ആളുകളുണ്ടോ ഓരോരുത്തർക്കും കണക്കാക്കി ഓരോ ഖബറുകൾക്കുള്ള സ്ഥലം, അത് നിങ്ങളുടെ സ്ഥലമാണ്. എന്തോ ഒരു തൗഫീഖല്ലേ. നിൽക്കിരിക്കാനുള്ള സ്ഥലം കൊടുക്കണ കാര്യമാണോ? നിങ്ങൾക്ക് സ്വന്തമായി കിടക്കാനുള്ള ഇടം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇപ്പോൾ കൂടുതലാണ് ചിന്ത വരും. എടി, എനിക്കൊന്നും നോക്കാനില്ലാടി, ഞാൻ എൻ്റെ ഖബറ് വരെ ഒരുക്കിയിട്ടിരിക്കുന്ന ആളാണ്. തൻ്റെതായിട്ട് പറയാം. എടാ, എനിക്ക് ഈ ദുനിയാവിലൊരു വിഷമവും ഞാൻ പ്രതീക്ഷിക്കുന്നില്ലാടാ, ഞാനൊന്നും പരിഗണിക്കുന്നില്ല, ഞാൻ ഖബറ് വരെ ഒരുക്കിയിട്ടിരിക്കുന്ന ആളാണ്.
ഇതാ മരിക്കാനാ ഒരുങ്ങണേ. ആർക്കും ഈ ഭൂമുഖത്ത് നിന്ന് രക്ഷപ്പെട്ടു പോകാന്ന് ആരും ധരിക്കണ്ട. ജനിച്ചോ ഉറപ്പാണ്. അങ്ങനെ തന്നെയല്ലേ? അൽ മൗതു ബാബുൻ വകുൽ ലിന്നാസി ദാഖിലഹു യാ ലൈത ശഅരിയ ബഅദൽ മൗതി മദ്ദാറു വദ്ദാറു ദാറു നഇ മിൻ ഇൻഅമിൽത ബിമാ യുർദൽ ഇലാഹ വഇൻ ഖാലഫ്ത മദ്ദാറു. എല്ലാവർക്കും പോയിക്കട്ടെ. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു മഹാനവർകളോട് യസീദ് റഖാശി എന്ന് പറഞ്ഞ പണ്ഡിതൻ പറഞ്ഞതുപോലെ നിന്റെ വീടിൻ്റെയും നിനക്ക് കിടക്കാനുള്ള ഖബറിൻ്റെയും ഇടയിൽ അദ്ദേഹത്തിന്റെ ശൈലി ഇങ്ങനെയായിരുന്നു. നിന്റെ വീടിൻ്റെയും നരകത്തിൻ്റെയും ഇടയിൽ വേറെ വീടില്ല. നിന്റെ വീടിൻ്റെയും സ്വർഗത്തിൻ്റെയും ഇടയിൽ വേറെ ഇരിപ്പിടമില്ല എന്ന് പറഞ്ഞാൽ കൊണ്ടുപോയി വെക്കുന്ന ഖബറ് നിങ്ങളുടെ മക്കളെ കൊണ്ടുപോയി വെക്കണേ, നിങ്ങളുടെ പേരക്കുഞ്ഞുങ്ങളെ വെക്കണേ. നിങ്ങളെ ആ വച്ച് കിടത്തുന്ന ആ ഖബർ ഒന്നുകിൽ നരകം അല്ലെങ്കിൽ സ്വർഗം എന്ന് നബീനാ റസൂലുള്ളാഹി അതായി പഠിപ്പിച്ചു കൊടുത്തത്. അതാ റഖാശി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുത്തത്. അല്ലാഹു തആല ഈ ഖബറ് സ്വന്തമായി ഒരുക്കിയിടുന്നവരുടെ ഖബറ് അള്ളാഹുവെ സ്വർഗത്തോപ്പാക്കി കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. അപ്പൊ അതുകൊണ്ട് ബക്കറ്റുമായിട്ട് ചെല്ലുമ്പോൾ എഴുതിക്കോ. ഇനി എഴുതിക്കാനുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ 16,000 രൂപയേ ഉള്ളൂ ഒരു ഖബറിനുള്ള പൈസ. എഴുതിക്കേണ്ടവർ എഴുതിപ്പിച്ചോ. ഓരോരുത്തരുടെയും പേര് ഓരോ സലാത്തുകൾ ഞാൻ ചൊല്ലിക്കാൻ പോവാണ്. ബക്കറ്റിലേക്ക് ഇടുന്നവർക്കൊരു ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സലാത്ത് നെല്ലിക്കേ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. പടച്ചവനെ ഞങ്ങളുടെ സലാത്തിന്റെ ബർക്കത്തുള്ള ദുആ കബൂലാക്കണേ റബ്ബേ. ഞങ്ങളുടെ മുന്നിലൂടെ ഒരു ബക്കറ്റ് വന്നുണ്ട്. ആ ബക്കറ്റിലേക്ക് നിന്നെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളൊരു ഹദിയ നിക്ഷേപിക്കുകയാണ്. പടച്ചവനെ ആ നിക്ഷേപിക്കുന്നവരുടെ നെയ്യത്ത് പൊന്നാർ നബിയുടെ ഹക്ക് കൊണ്ട് നീ വീട്ടിൽ കൊടുക്കണേ റബ്ബേ. ഞങ്ങൾ ചെല്ലിയ സലാത്തിന്റെ ബർക്കത്തുകൊണ്ട് വീട്ടിൽ കൊടുക്കണേ പടച്ചവനെ. ആ ബക്കറ്റിലേക്ക് ഉയർത്തുന്ന കൈ ഉയർത്തിയിട്ട് ഇങ്ങനെ കമിഴ്ത്തുകയാണ്. ഒരു സൃഷ്ടിയുടെ മേലെ ഉയർത്തി മലർത്താൻ വിധി കൊടുക്കാതെ കാക്കണേ തമ്പുരാനെ. യാചനയിൽ നിന്നും ആ ഉയർത്തുന്ന കൈകളെ നീ കാക്കണേ അല്ലാ. അതാണ് ദുആ. റഹ്മാനെ പടച്ചവനെ എന്താവശ്യത്തിന് വെച്ച പണമാണോ ഈ ഖബർസ്ഥാന്റെ നിർമ്മാണ ഫണ്ടിലേക്ക് ഇട്ടുകൊടുക്കുന്നത്, പടച്ചവനെ അവരുദ്ദേശിക്കാത്ത നിലയിലൂടെ അവർ മനസ്സിൽ കരുതിയ മുറാദിനെ നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ. ഇവിടെ ശ്രദ്ധിച്ചോ, ഈ ഒരൊറ്റ വാചകം പറഞ്ഞിട്ട് നമുക്ക് സലാത്തോട് തുടങ്ങാം കേട്ടോ. എന്താ വാചകം? ഫലസ്തീനിയെ കൂട്ടക്കശാപ്പ് നടത്തുകയാണ് അല്ലേ? ആ കൂട്ടക്കശാപ്പ് അവിടെ നടക്കാനുള്ള വ്യക്തമായ കാരണം ഹബീബ് പഠിപ്പിക്കണേ എന്താണെന്നറിയോ? ഞാൻ നേരത്തെ പറഞ്ഞ അതിന്റെ തുടക്കമാണ്. പോടാ മുസ്ലിയാരെ വേറെ തങ്ങളെന്നൊക്കെ പറഞ്ഞില്ലേ, അതതിന്റെ തുടക്കമാണ്. പൊന്നാർ നബി പഠിപ്പിക്കുന്നു യതഖാറബു സമാൻ. ശ്രദ്ധിച്ചോട്ടോ, അതീ ശ്രദ്ധിച്ചോ, നിങ്ങളുടെ സലാത്തിന്റെ പവർ. യതഖാറബു സമാൻ, ലോകം ഖിയാമത്തിലേക്ക് അടുക്കുകയാണ്. ശ്രദ്ധിച്ചോട്ടോ, ലോകം അതിന്റെ അവസാനത്തിലേക്ക് അടുക്കുന്നു. യൻഖുസുൽ ഇൽമ നബീനാ റസൂലുള്ളാഹി. ഖുർആനിന്റെയും ഹദീസിന്റെയും വിജ്ഞാനത്തിൽ കുറവ് വരും. ഇന്ന് നമ്മൾ ചായക്കടയിൽ ചെന്നിട്ട് വലിയ വാചകം അടിക്കണ്ട. നമ്മുടെ വീട്ടിലേക്കൊന്ന് നോക്ക്. ഒരു കുഞ്ഞ് നമ്മുടെ കുടുംബത്തിലുണ്ടായാൽ ആ കുഞ്ഞിനെ ആദ്യമായി ഒരു തങ്ങളുടെയോ ഒരു ഉസ്താദിന്റെയോ അല്ലെങ്കിൽ ഒരു അറിയപ്പെട്ട മനുഷ്യന്റെ അടുത്തുണ്ടെന്ന് ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതലും പറയലുമാണോ എന്ന് നമ്മളുടെയൊക്കെ ലക്ഷ്യം? അതെയോ മറ്റുള്ള വിദ്യാഭ്യാസത്തിന്റെ പുറകെയാണോ? മറ്റുള്ളതിന്റെ പുറകെയൊന്നും പോകണ്ടെന്നും ആരും പറയണില്ല. അതാണ് മതപരമാകുന്ന വിജ്ഞാനത്തിന് ഷോക്ക് വെക്കും, അത് കുറയും ഖിയാമത്ത് അടുക്കുമ്പോൾ എന്ന് നബീനാ റസൂലുള്ളാഹി. അപ്പം മതപരമാകുന്ന ദീനിയായ അറിവ് കുറഞ്ഞാൽ പിന്നെ എന്താ അടുത്തുണ്ടാവണേന്നറിയോ? ശ്രദ്ധിച്ചോ, ഞാൻ ഈ അർത്ഥം മാത്രമേ പറഞ്ഞുള്ളൂ. ഇത് വലിയ വഴല ഞാനീ പറയണേ. നിങ്ങൾക്കൊരു കാപ്സൂള് കണക്കിൽ അങ്ങോട്ട് തരണേ കാണണേ. വിശദീകരിക്കണില്ല, കഷായാക്കി തന്നില്ല, ഒരു ചെറിയ ഗുളിക. വിജ്ഞാനം അങ്ങ് കുറഞ്ഞാൽ പിന്നെ പ്രത്യക്ഷപ്പെടുന്ന ശൈലി എന്താണെന്നറിയോ? പിശുക്കന്മാര് കൂടും. ഖുർആന്റെ ഹദീസിന്റെ ഇൽമ ഇല്ലാണ്ടായ പിന്നെ പിശുക്കന്മാര് കൂടും. എന്താ തങ്ങൾ ഉദ്ദേശിച്ച പിശുക്ക്? നമ്മുടെ സാമ്പത്തിക ചെലവഴിക്കലോ നമ്മുടെ ഭക്ഷണത്തിലുള്ള നിയന്ത്രണങ്ങളോ ഇതൊന്നുമല്ല.
നബിത്തങ്ങളെ പഠിപ്പിക്കുന്നു, ഇന്ന അബ്ഖലന്നാസി മൻ യുദ്കറ ഇൻദഹു ഫലം യുസല്ലി അലയ്യ ഔ കമാ ഖാല റസൂലുള്ളാഹി. എന്റെ പേരിൽ സലാത്ത് ചൊല്ലാത്തവരാണ് ലോകത്തെ ഏറ്റവും വലിയ പിശുക്കന്മാർ. അപ്പൊ ലോകം അവസാനത്തിലേക്ക് എത്തുന്നു. ശ്രദ്ധിച്ചോളണേ, ലോകം അവസാനത്തിലേക്ക് എത്തുന്നു. വിവരമില്ലാത്തവർ കൂടുന്നു, സലാത്ത് ചൊല്ലാത്തവർ അധികരിക്കുന്നു. ഇന്ന് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിക്കും, ഇന്ന് നിങ്ങളുടെ വീട്ടിൽ ഒരു മര്യാദയ്ക്ക് ഒരു മൗലിദ് നടത്തിയാൽ ആരൊക്കെ എതിർക്കും? ചിലപ്പോൾ മോനെ എതിർക്കും, അല്ലെങ്കിൽ മരുമോനെ എതിർക്കും, അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരെ എതിർക്കും, അല്ലെങ്കിൽ അയൽക്കാരെ എതിർക്കും, അല്ലെങ്കിൽ മഹല്ലിലുള്ളവരെ എതിർക്കും. എന്ന് പറഞ്ഞാൽ ബിദ്ഈ പ്രസ്ഥാനത്തിന്റെ വർധനവ് ഉണ്ടാകുമെന്നാണ് നബീന റസൂലുള്ളാഹി. അതാണ് ഏത് സലാത്തില്ലാരും ചോദിക്കും, ഇതെന്ത് സലാത്താടാ, ഇത് നബി അല്ലിയിട്ടുണ്ടോ ചോദിക്കണ ചോദ്യം അതാണ്. അല്ലാ നീ റസൂലുള്ളാഹിക്ക് ഗുണം ചെയ്യണേ, റസൂലുള്ളാഹിക്ക് രക്ഷ ചെയ്യണേ എന്ന ഏത് ഭാഷയിൽ ആര് പറഞ്ഞാലും അതിന്റെ ഒക്കെ പേര് സലാത്ത് എന്നാണ്, ചെല്ലിപ്പിക്കൂല. അപ്പൊ സലാത്ത് ചെല്ലാത്തവർ അധികരിക്കും. ശ്രദ്ധിക്കണ്ടോ നിങ്ങള്? ഒന്ന്, ഖിയാമത്ത് അടുക്കുമ്പോൾ ഒന്ന് വിജ്ഞാനം കുറയും. രണ്ട്, സലാത്ത് ചെല്ലാത്തവർ അധികരിക്കും. മൂന്നാമത്തേത് യക്സുറുൽ ഹർജ്, ഹർജ് വർദ്ധിക്കുമെന്ന് നബീന റസൂലുള്ളാഹി. എന്താ ഹർജ് എന്ന് മനസ്സിലായോ? ഇല്ല, സഹാബാക്കൾക്ക് മനസ്സിലായില്ല. അപ്പൊ അവർ ചോദിച്ചു, ഖീല മൽ ഹർജ് യാ റസൂലുള്ളാഹ്, എന്താണ് നബി ഹർജ്? അൽ ഖത്ലു അൽ ഖത്ൽ നബീന റസൂലുള്ളാഹി. കൊലപാതകങ്ങളാണ്, കൊലപാതകങ്ങളാണ്. മനസ്സിലായോ? അറിവ് കുറയും, സലാത്തില്ലാതെയാകും, കൊലപാതകങ്ങൾ വർദ്ധിക്കും. കൊലപാതകത്തിന്റെ ശൈലി തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അൽ ഖാതിലു വൽ മഖ്തൂലു ഫിന്നാർ. കൊലയാളിയും കൊല്ലപ്പെടുന്നവരും നരകത്തിലായ നിലയ്ക്കായിരിക്കും കൊലപാതകങ്ങൾ വ്യാപകമാവുക. സഹോദരിമാരെ, പാത്രം പിടിച്ചോണ്ട് മക്കൾ നിൽക്കുന്ന ഫോട്ടോ എത്ര ദിവസം വന്നു പത്രത്തില്? എത്ര ദിവസം വന്നു? ഫലസ്തീനി കുട്ടികൾ ഭക്ഷണത്തിന് വേണ്ടി പാത്രവുമായി കാത്തു നിൽക്കുന്നു. നിങ്ങൾ ആ പടം കണ്ടായിരുന്നോ? എന്താണ് ആ പടത്തിനകത്ത്? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കാം പടമൊക്കെ. ആ പാത്രം പിടിച്ചുകൊണ്ട് നിൽക്കുന്ന മക്കളിൽ ഒരു 90% മക്കളും ഇത്രേ മാത്രമേ മുടിയുള്ളൂ. ബാക്കി ഇവിടെ മൊത്തം നൈസായിട്ട് വെട്ടിയേക്കുക, ഇവിടെ മാത്രം മുടി. നിങ്ങൾ എന്നൊന്ന് എടുത്ത് പരിശോധിച്ചോ, ഈ വിദുര മഹലിലെടുത്ത് പരിശോധിച്ചോ, ഏറ്റവും കൂടുതൽ ഈ യഹൂദ കട്ടിങ് നടത്തിയിരിക്കുന്നത് മുസ്ലിം പിള്ളേരാണോ അമുസ്ലിം പിള്ളേരാണോ? തങ്ങൾ എന്താ പറഞ്ഞേ? ഒരു യഹൂദന്റെ, ഞാനൊക്കെ നേരിട്ട് ഞാൻ പോയി കണ്ടത്, ഞാൻ പറഞ്ഞില്ലേ, ഫലസ്തീൻ ബൈത്തുൽ മുഖദ്ദസിലേക്ക് അവിടെ കടന്നു ചെല്ലുമ്പോൾ ബോളടിക്കുക കുട്ടികൾ. ഇവരൊക്കെ പിടിച്ചിട്ടിട്ടുണ്ട്. ഇപ്പൊ എവിടെ ചെന്നാലും ഇങ്ങനെ വഴല് പിടിക്കലാണ്, വഴല് പിടിച്ചിങ്ങനെ ഇടുവാണ്. അപ്പൊ നമ്മൾ ചെല്ലണതിന് മുമ്പ് നമ്മുടെ വഴല് അവിടെ എത്തിയിട്ടുണ്ടാവും. നിങ്ങളൊക്കെ നിങ്ങളുടെ പോക്കറ്റിൽ മൊബൈലിൽ നിന്ന് ഇതൊക്കെ കേട്ടിട്ടുണ്ട്. കാരണം മുമ്പ് ഇതൊക്കെ പ്രസംഗത്തിൽ വന്നിട്ടുണ്ട്. എനിക്കിതുമായിട്ടൊരു ബന്ധമില്ല കേട്ടോ, ഞാനത് പറഞ്ഞേക്കാം. ഞാൻ ഇപ്പൊ ഇദ്ദേഹത്തിന് ഞാൻ പറഞ്ഞിട്ടാണോ അദ്ദേഹം വന്നേക്കണേ? അല്ല, ഇവിടെ വന്നു മൂപ്പര് സലാം ചൊല്ലി കൈ വന്നു, അത്രേ ഉള്ളൂ. ഇതിങ്ങനെ എല്ലാ സ്ഥലത്തും പിടിക്കാറുണ്ട്. അവിടെ എറണാകുളത്തുണ്ട് ഒരു ചങ്ങാതി, എന്തൊട്ടാണ് ന്യൂസിലാൻഡ്. എൻ്റെ അല്ലാ, പുള്ളി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, ഉസ്താദെ ഒരു 50 കിലോമീറ്ററിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നാ ചോദിക്കണേ. എന്നിട്ട് അവിടെ വരും, ഇങ്ങനെ കോലൊക്കെ വെച്ച് പിടിപ്പിക്കും, അങ്ങോട്ട് കൊണ്ടുപോകും. അങ്ങനെയാണ്. എന്നിട്ട് എല്ലാവരുടെ അടുത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കും. എനിക്ക് ഒരു ബന്ധവും ഇല്ല, എനിക്ക് യാഥാർത്ഥ്യം പറഞ്ഞാൽ ഇതിനോട് വലിയ താല്പര്യമുള്ള ആളുമല്ല. അതുകൊണ്ട് അല്ലി പിന്നെ ഞാൻ മൂപ്പരെ വിളിച്ച് പറയൂലോ ഇന്ന സ്ഥലത്തുണ്ട് ഇന്ന സ്ഥലത്തുണ്ട്. ഞാൻ ഇതുവരെ അദ്ദേഹത്തിനോട് വിളിച്ചു പറഞ്ഞിട്ടില്ല. ന്യൂസിലാൻഡിന്റെ അയാൾക്ക് ലക്ഷക്കണക്കിന് ഇതിന്റെ സംവിധാനമുള്ള ആളാ. ഞാൻ ഇതേവരെ വിളിച്ചു ചോദിക്കും നിങ്ങൾ അബ്ദുൽ ഖാറിനോട്, ഞാൻ ഇന്ന സ്ഥലത്ത് വഴുതു പറയേണ്ടി വന്നൊന്ന് പിടിച്ചോട്ടോ എന്ന് ഇന്നവരെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് പറയേണ്ട താല്പര്യമില്ല, ഉള്ള ആളല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ബൈത്തുൽ മുഖദ്ദസിലേക്ക് കയറി ചെല്ലുമ്പോ പന്തടിക്കുക പിള്ളേര്. ആരുടെ നെഞ്ചത്തെ അടിക്കണേ? ഖുർആൻ പറഞ്ഞു ബാറക്കന ഹൗലഹു, ഏറ്റവും കൂടുതൽ അമ്പിയാക്കന്മാർ കിടക്കുന്നത് ബൈത്തുൽ മുഖദ്ദസിന്റെ ഗേറ്റിന്റെ ഉള്ളിലാണെന്ന് പരിശുദ്ധ ഖുർആൻ. അവരുടെ നെഞ്ചത്തിട്ടായി പന്തടിക്കണേ. എന്നെ വല്ലാതെ വേദനിപ്പിച്ചത്, ബൈത്തുൽ മുഖദ്ദസിൽ ബാങ്ക് വിളിക്കണം, അവന്മാർ കളി നിർത്തിയില്ല. നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി നോക്കുമ്പോൾ അവന്മാർ അവിടെ പന്ത് കളി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ മക്കളാണെന്ന് പാത്രം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അഹങ്കാരം ഒഴിവാക്കിക്കോ. ഞാൻ സഹോദരിമാരുടെ ഭാഗത്തേക്ക് ചൂണ്ടി പറയുന്നു എന്നതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട.
നമ്മുടെ ഭാഗത്തുനിന്നൊക്കെ ധാരാളം അഹങ്കാരവും ദുർവ്യയവും ഇസ്രാഫും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. തലയോട്ടി പൊട്ടി തകർന്ന് കൈകാലുകൾ ഒടിഞ്ഞു നുറുങ്ങി പണ്ടങ്കാണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് എഴുതി വെച്ച ഒരു ബോർഡുള്ള കെട്ടിടത്തിന്റെ ഉള്ളിലേക്ക് ഒരു ഫലസ്തീനെ കൊണ്ട് അങ്ങോട്ട് കയറ്റുമ്പോ അയാൾ എന്താ പറഞ്ഞെന്നറിയോ? എനിക്ക് വേദന സഹിക്കാൻ പറ്റണില്ല, എനിക്കൊന്ന് അനസ്തേഷ്യ താട്ടെന്നല്ല പറയണേ. ഒരാൾക്ക് പച്ചവെള്ളം തരാമോ കുടിക്കാൻ, ഒരാൾക്ക് വെള്ളം. സഹോദരിമാരെ, ഞാൻ നിങ്ങളെ ചൂണ്ടി പറയണത്, ഏറ്റവും കൂടുതൽ ഭക്ഷണം നഷ്ടപ്പെടുത്തുന്നതിന്റെ ഉത്തരവാദികൾ നിങ്ങളാണ്, അനുഭവിക്കേണ്ടി വരും. അമിതമായി ചെലവഴിക്കുന്നത് സൂക്ഷിച്ചോ ശ്രദ്ധിച്ചോ അടിയുണ്ടാവുന്നു നബീന റസൂലുള്ളാഹി. ഒരു കൊച്ച് നിന്റെ വീട്ടിലുണ്ട്, ഒരു കൊച്ച്. നിങ്ങളുടെ അലമാര തുറന്നു വെക്കുക, ആ ഒരു കുട്ടിക്ക് എത്ര ജോഡി ഡ്രസ്സ് ഉണ്ടെന്ന്. ഞാൻ പെങ്ങന്മാരുടെ ഭാഗത്തേക്ക് ചൂണ്ടി പറയാൻ കാരണം അതാ, കല്യാണം വിവാഹം കൊണ്ട് വന്ന അപ്പ ഷബിയുടെ വീട്ടിൽ കല്യാണമാണ്, അതിന് സുബൈദയുടെ വീട്ടിൽ കല്യാണത്തിന് എല്ലാവർക്കും എടുത്തതല്ലേടി, അത് എടുത്തിട്ട് ഇപ്പൊ 2 ആഴ്ചയായില്ലേ. ഇതെല്ലാവർക്കും ഒരേ ജോഡിയിൽ ഒരേ സൈസിലുള്ളത് വേണം. പാവപ്പെട്ടവൻ 50,000 രൂപ എടുത്ത്, കാരണം എന്താ, ഇതിന് കൊടുത്തില്ലെങ്കിൽ ഇനി ശല്യമാണ്, ഒച്ചപ്പാടാണ്, കുടുംബത്തിൽ സ്വസ്ഥയില്ല. എന്നാ 50,000 നിനക്ക് ഇഷ്ടമുള്ള പോയി മേടിച്ചോ. നിങ്ങൾ അലമാര തുറന്നു നോക്ക്, ഒരു കൊച്ചിന് 9 ഡ്രസ്സെങ്കിലും ഇല്ലെങ്കിൽ റഷീദ് ഹുസൈനോട് നമ്പർ മേടിച്ചിട്ട് എന്നെ വിളിച്ചോ. വാമസിലാരെ, നിങ്ങൾ പറഞ്ഞ പോലെ എൻ്റെ കൊച്ചിന് 9 ജോഡി ഡ്രസ്സ് ഞാൻ എണ്ണി നോക്കിയിട്ട് കണ്ടില്ല, എന്നാൽ ഞാൻ ഇൻഷാ അല്ലാഹ് ഈ സംസാരം ഞാൻ ഈ ഒരു സ്ഥലത്തും പറയില്ല. വിതിലേരൊരു നല്ല പെണ്ണുണ്ടായി, അവളുടെ വീട്ടിൽ കൊച്ചിൻ്റെ ഡ്രസ്സ് എണ്ണി ഇപ്പൊ 8 ഉണ്ടായുള്ളൂ. അല്ല വിടൂല. എന്താ വിടൂലാത്ത? പഠിച്ചവനെ, ഈ മയ്യത്തിനെ പൊതിയാൻ ഒരു കഷ്ണം തുണി കിട്ടിയെങ്കിൽ ഓടുകയാണ് ഫലസ്തീനി. ഒരു കഷ്ണം തുണി കിട്ടിയെങ്കിൽ ഒന്ന് പൊതിയാമായിരുന്നല്ലോ. ഓടി അപ്പുറത്തേക്കല്ലോ മയ്യത്തുകൾ കൂമ്പാരായിട്ട് കിടക്കുകയാണ്. ഞാൻ എന്താ ചെയ്യാ? 3 കഷ്ണം തുണിയിൽ അള്ളാഹു നമുക്ക് പൊതിയാൻ അവസരം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്രാഫ്, കല്യാണത്തിന് ഇന്ന് വിവാഹം എന്നൊക്കെ പറഞ്ഞ ആർഭാടമായി മാറി. ആർഭാടം. വിശന്നതിന് ഭക്ഷണം കഴിക്കാൻ പോണതാണോ? നമ്മുടെ മാലകളും ആഭരണങ്ങളും നമ്മുടെ വസ്ത്രങ്ങളും പ്രദർശിപ്പിക്കുന്ന ഒരു പ്രദർശന വേദിയായിട്ട് മാറിയില്ലേ വിവാഹങ്ങള്? അല്ല വിടൂല. അല്ല ഇതിനൊക്കെ അടി തരൂ. നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഫലസ്തീൻ അതിന് പാഠമാണ്. ഒരു കഷ്ണം തുണിയില്ലാതെ എത്ര യഹൂദന്റെ മക്കളെയാ നിങ്ങൾ തീറ്റ കൊടുക്കുന്നത്? നിങ്ങൾ വീട്ടിൽ ചെന്ന് മോന്റെ തല നോക്കുന്നേ, ഇത്ര മാത്രമേ പൊടിയുള്ളൂ. യഹൂദന്റെ കുട്ടിയാണെന്നാണ് നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ജനങ്ങളെ, ഞാനിങ്ങനെ പറഞ്ഞു ഞാൻ പോട്ടെ. എന്താ പറഞ്ഞു വന്നത്? എന്താണ്? കൊലപാതകങ്ങൾ വ്യാപകമാവും. കൊലപാതകങ്ങൾ വ്യാപകമാവുകയും കൊല്ലപ്പെടുന്നവരും കൊല്ലുന്നവരും ആരാ? ഒക്കെ നരകത്തിലാണെന്ന് നബീന റസൂലുള്ളാഹി. ഫലസ്തീനിയെ കശാപ്പ് ചെയ്യുന്നത് ഫലസ്തീനി മുസ്ലിം ആയതുകൊണ്ടിട്ടാണെന്നാണ്. പക്ഷേ ഫലസ്തീനി പഠിച്ചവനെ, മരിച്ചവൻ മുഴുവൻ എണ്ണത്തിനെ നീ ശുഹദാക്കളിൽ പെടുത്തണേ അല്ലാ. നമ്മൾ അവർ പുറത്തു പോകണമെന്നല്ല ഈ പറയണത്. പക്ഷേ പാത്രവും പിടിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെ തല വരെയും ഇവിടെ മാത്രമാണെങ്കിൽ യഥാർത്ഥത്തിൽ ഫലസ്തീനി എവിടെ എത്തി?